ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിലെ മണ്ണേ നമ്പി എന്ന പാഠഭാഗവും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന പാഠഭാഗവുമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഈ പാഠഭാഗങ്ങളും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണല്ലോ മരുന്ന്. അപ്പം മരുന്ന് എന്ന പാഠഭാഗം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ തന്നെ നിങ്ങളുടെ പ്ലേലിസ്റ്റിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നാടൻ പാട്ട് ചൊല്ലി നോക്കാം. മണ്ണേ നമ്പി എന്ന് പറഞ്ഞ ഈ നാടൻ പാട്ട് കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ പാട്ട് നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു നാടൻ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് വായിച്ചു നോക്കണേ. നമുക്കിതിലേക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. 2 ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് നോക്കാം. മണ്ണേ നമ്പി, അതായത് മണ്ണിനെ ആശ്രയിച്ച് മരം നിൽക്കുന്നു. ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത്? അപ്പോൾ ആ പാട്ടിൽ നമുക്ക് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന കുറേ ബന്ധങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരം നോക്കാം. മണ്ണിനെ ആശ്രയിച്ചു കൊണ്ടാണ് മരം നിലനിൽക്കുന്നത്. മരത്തിനെ ആശ്രയിച്ച് പൂവും, പൂവിനെ ആശ്രയിച്ച് കായും നിലനിൽക്കുന്നു. കായയെ ആശ്രയിച്ചാണ് കനി നിലകൊള്ളുന്നത്. കനിയെ ആശ്രയിച്ച് കിളിയും, കിളിയെ ആശ്രയിച്ച് ഞാനും, എന്നെ ആശ്രയിച്ച് മണ്ണും നിലകൊള്ളുന്നു. പരസ്പരം ആശ്രയിച്ചാണ് ഈ ലോകത്തെ സർവ്വ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് എന്നാണ് ഈ പാട്ടിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് നമ്മുടെ ഈ ലോകത്തെ സർവ്വ ജീവജാലങ്ങളും നിലകൊള്ളുന്നത്. അതാണ് നമുക്ക് ഈ പാട്ടിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും? അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതൂ. അപ്പോൾ നമ്മളോട് ഇതുപോലെ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്, അത് ഉൾപ്പെടുത്തിയിട്ട് നമ്മളോടൊരു വരികൾ ഈ പാട്ട് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മഴയെ നമ്പി പുഴയിരിപ്പൂ താരികം താരോ, പുഴയെ നമ്പി മീനിരിപ്പൂ താരികം താരോ, മീനിനെ നമ്പി കിളിയിരിപ്പൂ താരികം താരോ, കിളിയെ നമ്പി ഞാനിരിപ്പൂ താരികം താരോ, എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ. അപ്പോൾ ഇതാണ് മറ്റൊരു പാട്ട്. ഇതിൽ നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് നിൽക്കുന്ന ചില ബന്ധങ്ങളെ നമുക്ക് കണ്ടെത്താൻ ആകുമല്ലേ. അപ്പോൾ ഈ പാഠം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. വീടിനകത്ത് ഒതുങ്ങിയിരിക്കുന്നതിനാൽ എന്തറിയാനാണ്? വീടറിയാനും നാടറിയാനും പുറത്തിറങ്ങണം. വരൂ നമുക്കൊരു യാത്ര പോകാം. അപ്പോൾ ഈ പാഠത്തിൽ ഒരു യാത്രയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹലോ ഗായ്സ് എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ. യൂട്യൂബിലൊക്കെ ഇൻട്രോ പറയുന്ന പോലെയാണല്ലേ പാഠം തുടങ്ങുന്നത്. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാമോ? ഇതാണ് കേരള കലാമണ്ഡലം. വരൂ എൻ്റെ കൂടെ നോക്കൂ. ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. തൊട്ടു വടക്കു വശത്തായി ഉയർന്ന കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു. അതെ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ്. വരൂ നമുക്ക് അങ്ങോട്ടേക്കു പോകാം. കഥകളി കളരികൾക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ. ഓരോന്നോരോന്നായി നമുക്ക് കാണാം. അപ്പോൾ ഇത് എന്താണ്? ഒരു വ്ളോഗാണല്ലേ കുട്ടി ചെയ്യുന്നത്. അവിടെ താഴെ ഫോൺ പിടിച്ചിട്ടൊരു കുട്ടിയെ കാണുന്നുണ്ടല്ലേ നിങ്ങൾക്ക്. അപ്പോൾ നമ്മളെ ആ കുട്ടി എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? കേരള കലാമണ്ഡലത്തിലേക്കാണല്ലേ. അപ്പോൾ ആ കുട്ടി അതൊരു വ്ളോഗായിട്ട് എടുത്തിട്ട് അത് നമുക്കും കൂടെ കാണിച്ചു തരികയാണല്ലേ ചെയ്യുന്നത്. അതിന് താഴെ നമുക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. നാം കാണുന്ന കാഴ്ചകളെ മറ്റുള്ളവർക്കു കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കൂട്ടുകാരെല്ലാവരും യൂട്യൂബിലെല്ലാം ഹോം ടൂർ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകുമല്ലേ. ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത്. അപ്പോൾ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയ ഒരു പാഠമാണ് ഇത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ. അപ്പോൾ നിങ്ങളോടും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കാനാണ് പറയുന്നത്. വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു വർക്കാണല്ലേ. അപ്പോൾ വീട്ടിൽ വെച്ച് ഹോം ടൂർ വീഡിയോ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മുതിർന്നവരാരുടെയെങ്കിലും സഹായം തേടി വീട്ടിൽ വെച്ച് ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കണം. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? തയ്യാറാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകളുടെയോ അല്ലെങ്കിൽ ടീച്ചറുടെയോ സഹായത്തോട് കൂടിയിട്ട് കൂട്ടുകാരും ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു വർക്കാണ് കേട്ടോ.
അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാഠഭാഗവും അതിലെ ചോദ്യോത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.